സംസ്ഥാനത്തെ 407 SHOമാരെ സ്ഥലം മാറ്റി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് നടപടി. മാർച്ച് 1-ന് മുൻപ് പുതിയ സ്ഥലങ്ങളിൽ ചുമതലയേൽക്കണം. വിവരങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, പറയൂ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പായിട്ടാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അതാത് പോലീസ് സ്റ്റേഷനിലെ SHOമാർക്കുള്ള സ്ഥലമാറ്റം ഉത്തരവായി പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ SHOമാർക്ക് മുകളിലുള്ള മറ്റു ഉദ്യോഗസ്ഥരുടെ സാധാരണഗതിയിൽ SP-മാർ, DYSP-മാർ അടക്കമുള്ളവരുടെ സ്ഥലമാറ്റം നേരത്തെ തന്നെ നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് സംസ്ഥാനത്തെ 407 SHOമാർക്കുള്ള സ്ഥലമാറ്റ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ സ്വാധീനിക്കാനുള്ള ഒരു സാഹചര്യം ഒരു പക്ഷേ ഈ തുടർച്ചയായി അവിടെ ഈ SHOമാരായിരിക്കുന്ന ആളുകൾക്ക്, രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് സ്വാധീനിക്കാൻ സാധിക്കുമെന്ന ഒരു വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായിട്ടുണ്ട്. അത് ഒരു സാധാരണഗതിയിൽ ഒരു പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പായി തന്നെ ഇത്തരത്തിലുള്ള സ്ഥലമാറ്റം നടത്തുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥലമാറ്റം നടത്തിയ സ്ഥലത്തേക്ക് ഇത്തവണ ഈ സ്ഥലത്തിലുള്ള ആളുകളെ നേരത്തെ ഒരു തവണ ഇലക്ഷന്റെ ഭാഗമായി സ്ഥലമാറ്റം വാങ്ങി പോയവരെ അതാത് സ്ഥലങ്ങളിൽ വിടരുത് എന്ന ഒരു നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന സാഹചര്യമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇത്തരത്തിൽ SHOമാരുടെ സ്ഥലമാറ്റത്തിൽ ചെറിയ കാലതാമസമുണ്ടായത്. ഇപ്പോൾ തുടർച്ചയായി നിലവിൽ സംസ്ഥാനത്തെ 407 SHOമാർക്കും സ്ഥലമാറ്റം കൃത്യമായി ഉത്തരവായി തന്നെ പുറത്തിറങ്ങിയിരിക്കുന്നു. മാർച്ച് 1-നകം തന്നെ ചുമതല ഏൽക്കണം അതാത് സ്ഥലങ്ങളിൽ ചെന്ന് ഇപ്പോൾ സ്ഥലമാറ്റം വന്ന സ്ഥലങ്ങളിൽ ചെന്ന് ചുമതല ഏൽക്കണമെന്ന നിർദ്ദേശവുമാണ് ഉത്തരവിലുള്ളത്. നീലിമ. ശരി വിനീഷ്.